Abba love and cookie stories. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു മഷ്റൂം മസാല ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് ചപ്പാത്തി, പൂരി, വെള്ളയപ്പം എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മഷ്റൂം നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ മുകളിലുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മഷ്റൂം ഉണ്ടല്ലോ, നമ്മുടെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന മഷ്റൂം, അതിനെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇതും ചെയ്തെടുക്കുന്നത്. എനിക്കറിയില്ല ഇത് എന്തിനാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ക്ലീനാക്കി മാറ്റി വെക്കാം. ക്ലീനാക്കി എടുത്തിട്ടുള്ള മഷ്റൂമിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. കത്തി ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുക. ഇതുപോലെ ഒരു 2-3 തവണ നമുക്കിതിനെ കഴുകിയെടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കാസ്റ്റേൺ ചീനച്ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു പരന്നൊരു പാത്രം, അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചധികം ചെറിയ ഉള്ളി, ഞാൻ ഏകദേശം ഒരു 20 ചെറിയ ഉള്ളിയോളം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൂടുതൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഭാഗത്തോട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, അത് പോയി കിട്ടുന്നത് വരെയാണ് കേട്ടോ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു തിക്ക് ഗ്രേവി കിട്ടാനായിട്ടാണ് സവാള കുറച്ചധികം ചേർക്കുന്നത്. അതിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതിനെ മിക്സാക്കി കൊടുക്കാം. ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു ചെറിയൊരു തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ, ഇതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് എരിവിനായിട്ട് ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇതിനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ്സാക്കി ഉടച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഈ നല്ല കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി 1 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് അതിലെ ആ ഒരു പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേ രീതിയിൽ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നന്നായിട്ട് നമുക്കിതിനെ ഇങ്ങനെ വറുത്തെടുക്കാം.
അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലോട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഈ സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലപ്പൊടികളും നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഈ ഒരു സമയത്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കുറച്ച് അല്പം കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് നമ്മുടെ മഷ്റൂം വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്കാക്കി നോക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കായിട്ട് മഷ്റൂം ക്ലീനാക്കി വെച്ചത് കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചാലേ നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. കൂണ് കുറച്ച് വേവുണ്ടാവും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കി അതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. കൂണിട്ട് കഴിഞ്ഞ് ഞാനൊരു 12 മിനിറ്റ് വരെ ഞാനിതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.